എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചാനലിൻ്റെ നെയിം ഞാനൊന്ന് മാറ്റിയിരുന്നു. മുൻപത് ഓട്ടോമേഷൻ നിഞ്ച എന്നായിരുന്നു. ബെറ്റർ നെയിം എന്ന നിലയ്ക്കാണ് ഈ പേരിലേക്ക് ഞാൻ മാറ്റിയത്. അപ്പോൾ നിങ്ങൾ ഇനി മുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോഫ്റ്റ്വെയർ ടെസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഓൾറെഡി കുറേ പ്ലേലിസ്റ്റ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. API ടെസ്റ്റിംഗ് റിലേറ്റഡ് ടോപ്പിക്സും മാനുവൽ ടെസ്റ്റിംഗ് ടോപ്പിക്സും ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് എക്ലിപ്സ് IDE വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഒരു സെലീനിയം ജാവ പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു IDE കോഡ് എഴുതാനായിട്ട് ആവശ്യമുണ്ട്. എക്ലിപ്സ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. നിങ്ങളും എക്ലിപ്സ് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് വീഡിയോസ് ഫോളോ ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യുന്ന നോക്കാം. ജസ്റ്റ് ബ്രൗസറിൽ നിങ്ങളുടെ ഫേവറേറ്റ് ബ്രൗസറിൽ എക്ലിപ്സ് ഡൗൺലോഡ് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ഓപ്ഷനായ എക്ലിപ്സ് ഡൗൺലോഡ്സ് എന്നുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കാണുന്ന സ്ക്രീനിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ടായിരിക്കും. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വേറൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവിടെ ഒരു ഡൗൺലോഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു 120 MB ഒരു ഫയൽ ഡൗൺലോഡ് ആവും. ഇതൊരു exe ഫയലാണ്. നമുക്കിത് ഡൗൺലോഡ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. exe ഫയൽ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫയൽ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഈ exe ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഒരു ഇൻസ്റ്റാളർ ഓപ്പൺ ആവും. അതിനുശേഷം നെക്സ്റ്റ് പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവിടെ ഏത് എക്ലിപ്സ് വെർഷനാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ചോദിക്കും. ഞാൻ ഫസ്റ്റ് വെർഷനാണ് സെലക്ട് ചെയ്യുന്നത്. എക്ലിപ്സ് IDE ഫോർ ജാവ ഡെവലപ്പേഴ്സ് എന്നുള്ളത് ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഡീഫോൾട്ടായിട്ട് കുറേ ഓപ്ഷൻസ് കാണിക്കും. അത് അതേപടി നിലനിർത്തുക. അതിനുശേഷം ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എക്ലിപ്സിൻ്റെ ഇൻസ്റ്റാളേഷൻ ഓരോരുത്തരുടെയും ഇൻ്റർനെറ്റ് സ്പീഡ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്കപ്പം ഇൻസ്റ്റാളേഷൻ പ്രോസസ് കംപ്ലീറ്റ് ആകുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലോഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നമുക്ക് സ്റ്റാർട്ട് മെനുവിൽ എക്ലിപ്സിൻ്റെ ഒരു ഓപ്ഷൻ കാണും. അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പിൽ എക്ലിപ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കാണും. നമുക്ക് ലോഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. എക്ലിപ്സ് ലോഞ്ച് ആവുകയാണ്. അടുത്തൊരു പോപ്പപ്പ് വന്നിട്ടുണ്ട്. വർക്ക് സ്പേസ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഫോൾഡർ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേസ് അത് മീൻസ് നിങ്ങളുടെ സിസ്റ്റത്തിൽ എവിടെയാണ് നിങ്ങൾ ഓട്ടോമേഷൻ റിലേറ്റഡ് ടോപ്പിക്സ് ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫോൾഡർ ബ്രൗസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാൻ ഡീഫോൾട്ടായിട്ട് ക്രിയേറ്റ് ആകുന്ന എക്ലിപ്സ് വർക്ക് സ്പേസ് എന്നുള്ള ഫോൾഡർ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. ഞാൻ ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. അതിനുശേഷം ലോഞ്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു.
എക്ലിപ്സ് ലോഞ്ചായി. ആദ്യമേ നിങ്ങൾ കാണുന്ന ഒരു വെൽക്കം പേജാണ്. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഈ പാക്കേജ് എക്സ്പ്ലോർ എന്നുള്ള സെക്ഷനിലായിരിക്കും നമ്മൾ പുതിയ പ്രൊജക്ട്സ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും എക്ലിപ്സ് ഐ ഡി വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എങ്ങനെ ഈസിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളത് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ ചോദിക്കുക. കൂടാതെ നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.